കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയില്ലാതെ AICC. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ആദ്യം വിജയിക്കൂ എന്ന സന്ദേശമാണ് നേതാക്കൾക്ക് നൽകിയതെന്നും ഖാർഗെ. ഇവരുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഈ മുഖ്യമന്ത്രി കസേരയ്ക്കായി കടിപിടി കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് AICC അധ്യക്ഷൻ തന്നെ നിലപാട് വ്യക്തമാക്കിയതല്ലേ? സുരേഷ്, കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. അതായത് ആരാകും മുഖ്യമന്ത്രി എന്നതാണ്. വിജയിക്കുക എന്നതിനപ്പുറത്തേക്ക് വിജയിച്ചു വന്നാൽ താനാകും മുഖ്യമന്ത്രി എന്ന് ഇതിനോടകം തന്നെ രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ യോഗത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനും ആ സ്ഥാനത്തേക്ക് മോഹം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഭരണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഭരണം സാധ്യമായാൽ നൂലിൽ കെട്ടി ഇറങ്ങാമെന്ന് KC വേണുഗോപാലും ധരിക്കുകയാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള തർക്കം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി അവിടെ നിലനിൽക്കുന്നു. ഇത് വിജയസാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നുള്ളതാണ് AICCയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് AICC നേതൃത്വം ഇതിനോടകം തന്നെ കേരളത്തിലെ നേതാക്കൾക്ക് പലതവണ മുന്നറിയിപ്പ് നൽകി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കണം, മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ. എന്നാൽ അത്തരം ചർച്ചകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നില്ല. മറിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി താനാകും അല്ലെങ്കിൽ തനിക്കാകണമെന്നുള്ള അത്തരം മോഹങ്ങൾ അല്ലെങ്കിൽ അത്തരം കണ്ണും നട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നേതാക്കളെ നേരിട്ട് AICC ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ഓരോ നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തി, കൂട്ടമായി ചർച്ച നടത്തി. അതിനുശേഷവും നേതാക്കൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ കടിപിടി കൂടുന്ന ഒരു പ്രവണത നിർത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ AICC അധ്യക്ഷൻ തന്നെ ഒരു അന്തിമ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അന്തിമ താക്കീത് എന്ന നിലയിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ പ്രചരണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി എന്നുള്ളത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, വിജയിച്ചതിന് ശേഷം ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് വ്യക്തമാക്കാമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുലും സമാനമായ രീതിയിലുള്ള കടുത്ത താക്കീത് നൽകിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. എന്നാൽ നേതാക്കൾ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്കാണ് ക്ലെയിം, താനായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് VD സതീശൻ അവകാശപ്പെടുന്നു. പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ട് തന്നെ തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റാത്തതിന്റെ വിഷമം രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നേതാക്കൾക്ക് അന്തിമ താക്കീത് AICCയുടെ ദേശീയ നേതൃത്വം അധ്യക്ഷൻ എന്ന നിലയിൽ മല്ലികാർജ്ജുന ഖാർഗെ നൽകിയിരിക്കുന്നത്. നന്ദഗോപൻ, ഡൽഹിയിൽ നിന്നും.